പൂജപ്പുര മണ്ഡപം സരസ്വതി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത പാൽപായസ പൊങ്കാല നടന്നു. രാവിലെ 8:30 ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ നെല്ലിയോട് വിഷ്ണു നമ്പൂതിരി ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയ പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ ക്ഷേത്ര പരിസരത്തുള്ള ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പടർന്നു. ഇതോടെ സരസ്വതി ക്ഷേത്ര പരിസരം മറ്റൊരു യാഗശാലയായി മാറി. 11:30 പൊങ്കാല നിവേദ്യ സമർപ്പണ ചടങ്ങുകൾ നടക്കുന്നതോടെ ഈ വർഷത്തെ പാൽപായസ പൊങ്കാലയ്ക്ക് സമാപനമായി. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലുള്ള സരസ്വതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം നടക്കുകയാണ്. മൂന്നാം ദിവസം പായസ പൊങ്കാല കഴിഞ്ഞു. ഇനിയിപ്പോൾ 12 മണിയാകുമ്പോൾ തളിക്കും. ഇപ്പം പൂജപ്പുര സരസ്വതി ക്ഷേത്രം ദക്ഷിണ മൂകാംബികയായി മാറിയിരിക്കുകയാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ പൂജപ്പുരയായി മാറിയത് സരസ്വതി ക്ഷേത്രം തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുത്ത് ജനകീയ സമിതിക്ക് കൈമാറിയതിനു ശേഷം ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും അവര് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജനകീയ സമിതിയാണുള്ളത്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഒരു ശ്രദ്ധാ കേന്ദ്രമായി പൂജപ്പുര ഈ സരസ്വതി ക്ഷേത്രം മാറിയിരിക്കുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരി. ഞാൻ താമസിക്കുന്നത് പൂജപ്പുര മുടവമ്മൽ വാർഡിലാണ്. ഇത് ഈ സരസ്വതി മണ്ഡപം നമ്മുടെ നഗരസഭയുടെ മധ്യത്തിൽ വരുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പൂജ വയ്പ്പ് സമയത്ത് ഉള്ള കുട്ടികളെ തുടങ്ങിക്കുന്നതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ചടങ്ങുകളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എൻ്റെ പേര് ലതയാണ്. ഞാൻ കരമന താമസിക്കുന്നു. എല്ലാ വർഷവും ഞാൻ മുടങ്ങാതെ പാൽപ്പായസ പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ മോന് ജോലി കിട്ടി ബാംഗ്ലൂരാണ്. എന്നാലും ഈ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി അവിടെ നിന്ന് വന്നതാണ്. പൊങ്കാലയിട്ട് എനിക്ക് അമ്മ എല്ലാം സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം സാധിക്കാനുണ്ട്. சாதிச்சு தந்தால் அடுத்த பிராവശ്யம் நான் வீடு எல்லா பிராവശ്யமும் நான் வரும். நான் இங்கே கரமனையில் தான் இருக்கிறேன். எல்லா வருஷம் இந்த கோயிலில் பொங்கல் போட வருவேன். அம்மா எனக்கு பால் பாயசம் இங்கே ரொம்ப முக்கியமாக போடுறது. எல்லா வருஷம் வருவேன். நல்ல அம்மைக்கு அருள் எப்போ உண்டு, நல்ல அனுகிரகம் உண்டு, நல்ல ஐஸ்வர்யம் உண்டு. என்ன நினைச்சாலும் நடக்கும். நான் எப்போ இங்கே வந்து சாதா வாரம் எல்லா வெள்ளிக்கிழமையும் வந்து இங்கே இது விளக்கேற்றிட்டு போவேன். ഞാൻ ആദ്യമായിട്ട് തുടങ്ങി അന്ന് മുതൽ ഇവിടെ പൊങ്കാലയിടുകയാണ്. ഞാൻ സരസ്വതി ദേവിയുടെ അടുത്താണ് താമസിക്കുന്നതും. എല്ലാ വർഷവും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പൊങ്കാലയിടാൻ പറ്റുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്ന് പൊങ്കാലയിടുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര ദർശനത്തിനായി പ്രമുഖർ വന്നിരുന്നു. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസ് നേതാവ് ശബരിനാഥ് തുടങ്ങിയവർ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു. മന്ത്രി ശിവൻകുട്ടി സരസ്വതി മണ്ഡപ ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്ര ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് ഇന്ന് പൂജപ്പുര സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.